സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ സ്വന്തം വയനാട് ജില്ലയിലെ കരടിപ്പാറയിലാണുള്ളത്. വയനാട് ജില്ലേനെക്കുറിച്ച് അറിയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, കൃഷിയാണ് ഞങ്ങളുടെയൊക്കെ മുഖ്യം. അതിൽ ഇപ്പം ഈ അടുത്തായിട്ട് നമ്മൾ ഓർഗാനിക് എന്നൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. എന്താണ് ഓർഗാനിക് എന്നറിയോ? ഓർഗാനിക് എന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ ചോദിക്കാം. ഇതൊരു മിനി തേയില ഫാക്ടറിയാണ്. ഗ്രീൻ ടീ ആണ് ഈ ഒരു ഫാക്ടറിയിൽ ഇപ്പം ഉൽപ്പാദിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ സംരംഭകർ ചെറിയ തോതിൽ കർഷകരുടെ അടുത്ത് നിന്ന് മറ്റുള്ള കൃഷി ഉൽപ്പന്നങ്ങളും കൂടി വാങ്ങിയിട്ടാണ് ഇവരുടെ ഈ ഒരു വ്യവസായ ശൃംഖല പടുത്തുയർത്തിയിട്ടുള്ളത്. ചെറുതാണെങ്കിലും മനോഹരമാണ്. അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഫുള്ളി ഹെൽത്തിയാണ്. ഗ്രീൻ ടീ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? അപ്പം ഗ്രീൻ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാം. അസനക്ക നമ്മളോടൊപ്പം ഉണ്ട്. അസനക്ക, ഹായ്. അപ്പോൾ ഇത് നമ്മൾ ടീൻ്റെ ഫാക്ടറിയാണ് അല്ലേ? ഇത് നെന്മേനി പഞ്ചായത്തിലെ കരടിപ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ സ്ഥാപനം. ഹായ്. ഹായ്, നമസ്കാരം. കൃഷ്ണദാസേട്ടൻ അല്ലേ? ഓക്കെ. നമസ്കാരം. മിസ്റ്റർ ശ്രീജിത്ത്. ഇപ്പം എന്താണ് ചുമതല? കമ്പനിയുടെ ചെയർമാനാണ്. കമ്പനിയുടെ ചെയർമാനാണ്. ഓക്കെ. അസനക്കായിട്ട് ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അസനക്ക ഈ നാട്ടുകാരൻ തന്നെയാണ്. ഞങ്ങൾ അയൽവാസിയാണ്. ഞാനും ഏകദേശം ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ ഈ ഒരു കമ്പനീൻ്റെ ഉദ്ദേശ ലക്ഷ്യം? ശരിക്കും ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫാം പ്രൊഡ്യൂസർ കമ്പനിയാണ്. ഓർഗാനിക് വേ ഓഫ് ഫാമിങ്ങിലെ ആദ്യത്തെ ഫാം പ്രൊഡ്യൂസർ കമ്പനിയാണ് വയനാട് ഗ്രീൻ ടീ പ്രൊഡ്യൂസർ കമ്പനി. ചെറുകിട കർഷകരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. നമ്മളീ പറഞ്ഞ പോലെ ഓർഗാനിക് എന്ന് ഒരുപാട് കേൾക്കുന്നതാണ്. ഓർഗാനിക് എന്നുള്ള എന്താണ് ഓർഗാനിക്, നമ്മൾ ലേബൽ അല്ലാതെ വാട്ട് എക്സാക്ട്ലി ഓർഗാനിക് എന്നുള്ള നമുക്ക് ഇനിയും ഒരു ക്ലാരിറ്റി ഇല്ല. ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഗ്രാസ് റൂട്ട് ലെവലിൽ മണ്ണിനെ ഓർഗാനിക്കാക്കി മാറ്റുകയാണ്. ഒരു 2-3 വർഷം അല്ലെങ്കിൽ 3-4 വർഷത്തെ എഫേർട്ട് കൊണ്ട് മണ്ണിനെ ഓർഗാനിക്കാക്കി മാറ്റി ആ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സാണ് ഞങ്ങളിവിടെ നമ്മുടെ ഓൺ ഫാക്ടറിയിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ശരിക്കും റൂട്ട്സ് ടു റീറ്റെയിൽ എന്നൊരു കോൺസെപ്റ്റാണ്. അത് ഫാമിംഗ് തൊട്ട് ഫൈനൽ സെയിൽ വരെ ഫാമേഴ്സ് മാത്രമാണ്. ഞങ്ങളുടെ ഇടയ്ക്ക് വേറെ ഇടനിലക്കാരില്ല, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോർപ്പറേറ്റ് കമ്പനികളില്ല, വേറെ ഞങ്ങൾ ഒരു തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ കർഷകർ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും കർഷകരെ എല്ലാം അവരുടെ വീട്ടിലെ മക്കളാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉള്ളത്. ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മളെ കർഷകരാണ്. അങ്ങനെ എൻഡ് ടു എൻഡ് ഫാമിംഗ് ടിൽ ഫൈനൽ സെയിൽ ചെയ്യുന്ന ഒരു ലോക്കൽ എംപവർമെൻറ്റ് എന്ന രീതിയിൽ കർഷകരെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ലാസ്റ്റ് 10 വർഷമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു FPO. പ്രധാനമായിട്ട് നമ്മളിവിടെ ഗ്രീൻ ടീ തന്നെയല്ലേ? ഗ്രീൻ ടീ പ്രോഡക്ട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഗ്രീൻ ടീയും ഓർത്തഡോക്സ് ബ്ലാക്ക് ടീയും ആണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷേ നമുക്ക് എല്ലാ തരത്തിലുള്ള സ്പൈസസ് ഉണ്ട്. നമ്മൾ വയനാടൻ ഫോറസ്റ്റ് ഹണി, അത് ഓർഗാനിക് അല്ല, ഫോറസ്റ്റ് ഹണി നമ്മൾ എടുത്തിട്ട് അതിൻ്റെ വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ട് പ്യൂർ ഹണി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 30-35+ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ കീ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ഗ്രീൻ ടീ തന്നെയാണ് ഉള്ളത്. ഗ്രീൻ ടീ അത് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ടീ ബാഗ്സ് ആയിട്ടല്ല, ലൂസ് ടീ ആയിട്ട് ഹോൾ ടീ ഹോൾ ലീവ്സ് ആയിട്ടുള്ള ടീ ആണ് കൊടുക്കുന്നത്, ഗ്രീൻ ടീ ആണ് കൊടുക്കുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ, എല്ലാ ലാബ് ടെസ്റ്റും പിന്നെ സർട്ടിഫിക്കേഷനോടും കൂടിയ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രമേ സെയിലുള്ളൂ? അല്ല, ഞങ്ങൾ ഓൾ ഇന്ത്യ ഞങ്ങൾ അയച്ചു കൊടുക്കും. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു പാക്കറ്റ് മതി എന്ന് പറഞ്ഞ ഒരാൾ ഇന്ത്യയിൽ എവിടെയാണ്, ഇന്ത്യ എന്നല്ല വിദേശത്താണെങ്കിൽ ഒരാൾ ചോദിച്ചാൽ നമ്മൾ ഒരു പാക്കറ്റാണ് ഒരു പാക്കറ്റ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് നമ്മളെ കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്? കമ്പനി എന്ന് പറഞ്ഞാൽ ഇത് 2 ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റികളുണ്ട്. ആ സൊസൈറ്റികളാണ് ഈ കമ്പനി ഫോം ചെയ്തത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് ആളുകളെ ഓർഗാനിക്കിലേക്ക് വന്നിട്ടുള്ളൂ, ഫുള്ളായിട്ട് എല്ലാവരും വന്നിട്ടില്ല. അപ്പോൾ കർഷകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ ശരിക്കും ഓർഗാനിക് ആയിരിക്കണം. ഒരു 4 വർഷം നമ്മളെ മണ്ണിനെ കൃത്യമായിട്ട് പരിപാലിച്ചെങ്കിൽ മാത്രമേ അത് ഓർഗാനിക് സോയിലായിട്ട് മാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള തോട്ടത്തിൽ മാത്രമേ നമ്മൾ ഈ നമുക്ക് വേണ്ടുന്ന പ്രോസസ്സിന് വേണ്ടുള്ള തേയില എടുക്കുന്നുള്ളൂ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഇപ്പം 3 മുതൽ 4-5 വർഷം മണ്ണില്, അപ്പം അത് എന്ത് ചെയ്തിട്ടാണ് ആ മണ്ണ് അങ്ങനെ ആക്കി എടുക്കുന്നത്? അതായത് നമ്മൾ അതിൽ കീടനാശിനികളോ മറ്റ് രാസപദാർത്ഥങ്ങളോ വളങ്ങളോ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ കൃത്യമായിട്ടും ജൈവപരമായിട്ടുള്ള വളങ്ങളും
കീടനാശിനികളും കൊടുത്തുകൊണ്ട് മാത്രമേ അത്തരം മണ്ണിനെ പരിപാലിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഒരു തരത്തിലുള്ള കീടനാശിനികളോ രാസമരുന്നുകളോ കീടമരുന്നുകളോ ഒന്നും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഈ മണ്ണിൽ ഉപയോഗിക്കുന്നില്ല, ചെടിയിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് 100% ഓർഗാനിക് എന്ന് പറയാം. 100% ഓർഗാനിക് ആണ് ഈ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ഓർഗാനിക് നമ്മൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈയിടെ ആയിട്ട് വളരെ അതിന്റെ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് കവറിൽ മാത്രമല്ല, എക്സാക്ട്ലി ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിലും നമുക്ക് കാണാം. പിന്നെ ഈ ഏത് കർഷകൻ്റെ ഫാമിൽ നിന്നാണോ ആ പ്രൊഡക്റ്റ് എടുത്ത് ആ കർഷകന് ഓർഗാനിക് സോയിൽ ടെസ്റ്റ് ചെയ്ത് കിട്ടിയ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നമ്പർ ഉണ്ട്. ആ നമ്പർ നമ്മൾ ആ പാക്കേജിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഓൺലൈൻ്റെ ടൈമാണ്, നമുക്ക് എല്ലാം ഫിംഗർ ടിപ്സിലുള്ള സമയമാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കാം. മറ്റേ നമ്മളിപ്പോൾ ഒരു തേർഡ് പാർട്ടീൻ്റെ അടുത്ത് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ക്വാളിറ്റി അഷുറൻസിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓൺ പ്രൊഡക്റ്റ് ഈ മണ്ണ് ഓർഗാനിക് ആക്കുന്നത്, ഞാൻ എടുത്തെടുത്ത മണ്ണ് ഓർഗാനിക് ആക്കുന്നത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ പുറകിലെടുക്കുന്ന എഫേർട്സ് ചില്ലറയല്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ കർഷകൻ എടുക്കുന്ന ഒരു എഫേർട്ടാണ്. കാരണം ഇത് തേർഡ് പാർട്ടി സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന പരിപാടിയല്ല. ഇവിടെ ചെയ്യുന്നതും നമ്മൾ ഇത് ഫാമിംഗ് ചെയ്യുന്ന തൊട്ട് ഫൈനലിയുടെ പ്രൊഡക്ഷനും ഇത് പാക്കിങ്ങും സെയിൽ അടക്കം ചെയ്യുന്ന ഈ കർഷകർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള എഫേർട്ട് എന്നതിൻ്റെ മുന്നിൽ ഒരു സോഷ്യൽ കോസ്റ്റ് എന്നുള്ളൊരു ഇതുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ഫാക്ടർ അതിലുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും കോർപ്പറേറ്റ് കമ്പനികളാണെങ്കിലും ചെറിയ കമ്പനികളാണെങ്കിലും എല്ലാവരും സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ വേൾഡ് എല്ലാവരും ഏറ്റെടുത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് സസ്റ്റൈനബിലിറ്റിയിലൂടെ ഞങ്ങൾ ജീവിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ കർഷകൻ്റെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടും ഇരട്ടി വിലയാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ ടീക്ക് ഇപ്പോൾ ടീ ലീവ്സിന് 10 രൂപയാണ് മാർക്കറ്റിലെങ്കിൽ ഞങ്ങൾ 100 രൂപ ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇൻ ബിറ്റ്വീൻ കോവിഡ് സമയത്ത് വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങൾ കുറച്ച് കാലം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സഹിച്ചു വരികയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ റിവൈവിങ് സ്റ്റേജിൽ ഫുൾ സ്ട്രെങ്ത്തിൽ തിരിച്ചു വരുന്നൊരു സമയമാണ് ഇപ്പം വരുന്നത്. ഇപ്പം നമ്മൾ വയനാട്ടിൽ കാപ്പി പറിച്ചിട്ട് കുരുമുളക് നടും, കുരുമുളക് നിറച്ചിട്ട് കാപ്പി നടും, കാപ്പി പറിച്ചിട്ട് തേയില നടും. എന്തിനാണോ വില കൂടുന്നത് ആ സാധനം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളാണ് വയനാട്ടുകാർ. പക്ഷെ ഇപ്പം തേയിലേന്റെ ഉൽപാദനം അതിന്റെ വിപണനമൊക്കെ ആഗോളതലത്തിൽ ഇഷ്ടം പോലെ രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. പണ്ട് മുതൽ തന്നെ നമ്മളിപ്പോൾ ഇംഗ്ലീഷുകാരാണ് നമ്മുടെ നാട്ടിലേക്ക് തേയില കൊണ്ടുവന്നത്. ഇപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷുകാരുടെ തേയില അല്ലാണ്ടായി മാറി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് രാസവളവും മരുന്നും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കുന്നിൻപുറത്തൊക്കെ കൃഷി ചെയ്തിരുന്നത്. അതിൽ നിന്ന് മാറി നമ്മളുടേതായ വയനാടിന്റെ മണ്ണും മനസ്സും അറിഞ്ഞിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ആ ചായപ്പൊടിയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര കർഷകര് നിങ്ങളുടെ ഈ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കർഷകരുടെ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോ കൃഷിയിലും പരീക്ഷിക്കണം, ഓരോ വർഷം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു കൃഷിക്ക് വില പറഞ്ഞാൽ 2-3 വർഷം അവര് ഒന്ന് നോക്കും, പിന്നീട് അത് പറിച്ചു കളഞ്ഞ് പുതിയൊരു കൃഷി രീതിയിലേക്ക് വരുന്നൊരു സമ്പ്രദായം ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേയില രംഗം നമുക്ക് ഈ പറഞ്ഞ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. വിലക്കുറവിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പല ആളുകളും ആ കൃഷിയിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ടിരിക്കുക. ആ കൃഷി സ്ഥലങ്ങളൊക്കെ പിരിച്ചു കളഞ്ഞുകൊണ്ടും JCB ട്രാക്ടറൊക്കെ വെച്ചുകൊണ്ട് പിഴുതി മാറ്റിക്കൊണ്ട് പുതിയ കൃഷി രീതിയിലേക്ക് പോകുന്നൊരു സംഭവമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് ഈ ഓർഗാനിക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില കൊടുത്തുകൊണ്ട് ഓർഗാനിക് എന്നുള്ള ലെവലിലുള്ള മാക്സിമം റേറ്റ് കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്താൻ കൂടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 200-ലധികം കർഷകർ നമ്മളെ ഈ ഫാക്ടറിയുമായിട്ട് ജോയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് അടക്കം 200-ലധികം കർഷകർ നമുക്ക് ഇവിടെ ഉണ്ട്. സാറേ, അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീ ഓർഗാനിക് ആക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ വിപണിയിലേക്ക് ഇറക്കാൻ തോന്നാനുള്ളൊരു കാരണം എന്താണ്? അതിന് ശരിക്കും പറഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ശരിക്കും ഒരു യുണീക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലുള്ള എല്ലാ ഒരു കോപ്പി പേസ്റ്റ് നമ്മളൊരു ട്രഡീഷണൽ വേ ഉണ്ടല്ലോ, ഒരാളൊരു ബിസിനസ് ചെയ്തു സക്സസ് ആയാൽ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നൊരു ട്രഡീഷണൽ വേ മാറ്റി ഒരു യുണീക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്നൊരു രീതിയിലാണ് ഗ്രീൻ ടീ സെലക്ട് ചെയ്തത്. പ്ലസ് അതിന് ഓർഗാനിക്കിലേക്ക് കൊണ്ടുവരാനുള്ള റീസൺ എന്ന് വെച്ചാൽ എല്ലാ പ്രൊഡക്റ്റും നമുക്കറിയാം. ഇപ്പം നമുക്ക് പല ന്യൂസിലും പല ചാനൽസിലും നമ്മൾ കാണുന്നതാണ്, പല മെറ്റീരിയൽസിൽ റീഡ് ചെയ്യുന്നതാണ് എക്സസ് യൂസേജ് ഓഫ് പെസ്റ്റിസൈഡ്സ്. നമുക്ക് ഒത്തൻറ്റിക് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, ഇതിൽ ഇന്ന പ്രൊഡക്റ്റിൽ ഇത്ര കൂടുതൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിലെല്ലാം അടിക്കുന്ന മരുന്ന് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മൾ ഒരുപാട് വിഷം ആണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ശരിക്കും ഈ ടീ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ടീയിലടിക്കുന്ന പെസ്റ്റിസൈഡ് നമ്മൾ 2-3 തരത്തിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഒരാൾ പെസ്റ്റിസൈഡ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് തന്നെ സ്മെൽ ചെയ്തെടുക്കുന്നുണ്ട്. 2 മണ്ണിലൂടെ നമ്മൾ വെള്ളത്തിലെത്തുന്നുണ്ട്, 3 പ്രൊഡക്റ്റിലൂടെ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയാണ് ഇതൊരു ക്യാൻസർ എന്നൊരു രോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നൊരു ഏരിയയും കൂടിയായിരുന്നു നമ്മൾ ഈ വയനാട് ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനെതിരെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലാണ് ഞങ്ങൾ ആ ഒരു ഓർഗാനിക് കൺവേർഷൻ എന്ന രീതിയിലേക്ക് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയത്.
അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഫൈനൽ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മൾ ചെറുകിട കർഷകർക്ക് തന്നെയാണ്. അവരെടുത്തൊരു റിസ്ക്, അവരെടുത്തൊരു എഫേർട്ട്, അവരുടെ പാഷനാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഈ 10 വർഷമായിട്ടും ഈ നിലയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ചായപ്പൊടിനെ കുറിച്ചും ഗ്രീൻ ടീനെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് ഗ്രീൻ ടീ നിർമ്മിച്ചെടുക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഫാക്ടറീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. തേയില ഫാക്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വമ്പൻ ഒരു സെറ്റപ്പ്, ഒരു 3-4 നിലയുള്ള ബിൽഡിങ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുക അല്ലേ. നമ്മൾ കണ്ടിട്ടുള്ളതും അങ്ങനെയാണ്. പക്ഷേ ഏറ്റവും ചെറുതായിട്ട് കുറച്ച് കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട്, വളരെ ലാഭകരമായിട്ട് കൃഷിക്കാർക്ക് പരമാവധി ഉൽപ്പന്നത്തിന് വില കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള തേയില ഫാക്ടറികൾ നമുക്കും നമ്മളുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കൊക്കെ നിർമ്മിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇപ്പം ഇവിടെ ആരുമില്ല കേട്ടോ. ഇതിൻ്റെ പ്രവർത്തനമൊന്നുമില്ല ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആളുകൾ വരും, അവർ മെഷീനൊക്കെ പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് ചായപ്പൊടി ഉണ്ടാക്കുന്നത് കാണാം. ഇതാണ് മൊത്തത്തിലുള്ള ഈ ഒരു കമ്പനീൻ്റെ വലിപ്പം. ഇത്രയും ഉപകരണങ്ങൾ മാത്രമേ വേണ്ടൂ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ. രാവിലെ 8 മണിയോടുകൂടി തന്നെ തൊഴിലാളികൾ കർഷകരുടെ ടീ ഗാർഡനിലെത്തി കൊളുന്ത് ശേഖരിക്കാൻ തുടങ്ങും. കൊളുന്ത് ശേഖരിച്ച് ഏകദേശം 2-2:30 ഫാക്ടറികളിൽ ആ കൊളുന്ത് എത്തിക്കാൻ തുടങ്ങുന്നു. കർഷകർ തന്നെയാണ് നേരിട്ട് കൊളുന്ത് എത്തിക്കുന്നത് ഫാക്ടറിയിൽ. അങ്ങനെ കൊളുന്ത് എത്തിച്ച് അവർക്ക് ആ സമയത്ത് ആദ്യമായിട്ട് നമ്മളൊരു അഡ്വാൻസ് കൊടുക്കലുണ്ട്. അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് പിറ്റേ ദിവസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും ഞങ്ങൾ ബാക്കി തുക അവർക്ക് നൽകുക. അങ്ങനെ എത്തിച്ച കൊളുന്ത് നമ്മൾ തൂക്കം നോക്കും. കൃത്യമായി തൂക്കം എടുത്തതിന് ശേഷം ബില്ല് രേഖപ്പെടുത്തി കർഷകർക്ക് കൊടുക്കും. അത് നമ്മുടെ ഫാക്ടറിയിലും രേഖപ്പെടുത്തി വെക്കും. പിന്നീടാണ് ആ തേയില കൊടുന്ന് ഡ്രഫിലിട്ട് നമ്മൾ ആ ഡ്രഫിൽ വിതറിങ് നടത്തും. വിതറിങ് നടത്തി ആ ലീഫ് പരിശോധിക്കും. അത് എത്രമാത്രം ക്ലിയർ ആണെന്നോ, അതിനകത്ത് എന്തെങ്കിലും മാലിന്യങ്ങൾ പെട്ടിട്ടുണ്ടോയെന്നോ, പുല്ലുകളോ അതുപോലെ തന്നെ മറ്റ് ഇലകളോ ഫൈബർ അടങ്ങിയ ഭാഗങ്ങളോ അതിലുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് പൂർണ്ണമായിട്ടും അത് ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള തേയിലയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പിന്നീട് നമ്മൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുക. എല്ലാ ഭാഗങ്ങളും തേയില കൊടുത്തിട്ട് എല്ലാ ഭാഗങ്ങളും പരിശോധിക്കും. എല്ലാ ഭാഗവും അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ച് വൃത്തിയും വെടിപ്പുമുള്ള തേയിലയാണോ, അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ നീങ്ങുന്നത്. ഒരു പ്രാവശ്യം ഒരു ടീ ഗാർഡനിൽ നമ്മൾ കൊളുന്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 8 ദിവസത്തിൻ്റെ ഉള്ളിൽ എടുക്കണം. 8 ദിവസത്തിൽ അധികം കഴിയാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ലീഫിൻ്റെ ഫൈബർ കണ്ടന്റ് കൂടും. അപ്പോൾ കൃത്യമായിട്ടും ആ ദിവസത്തിൻ്റെ ഉള്ളിൽ എടുത്ത് കോഴ്സ് കുറഞ്ഞ ലീഫാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഫാക്ടറിയിലേക്ക് എത്തിക്കാറ്. റെയിൻ സീസൺ ആകുമ്പോൾ ലീഫിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇതാണ് ശരിക്കും നമ്മൾ ഗ്രീൻ ടീക്ക് യൂസ് ചെയ്യുന്ന 2 ലൈൻ തളിരും, 2 ലീവ്സ് ആൻഡ് ബഡ്സ്. ഇതാണ് ബാക്കിയുള്ള നമ്മൾ കത്രിക കൊണ്ട് ചെയ്യുന്നതിന് പകരം, കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം ഗ്രീൻ ടീക്ക് നമ്മൾ മാനുവലി ഹാൻഡ് പ്ലഗ്ഡ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. കൈകൊണ്ട് നുള്ളി എടുക്കുകയാണ്, 2 ലൈൻ തളിരും നുള്ളി എടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും കർഷകരുടെ കയ്യിൽ നിന്നും നമ്മൾ ശേഖരിച്ച ലീഫ് ഡ്രഫിൽ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാനറിലേക്ക് കൊടുക്കുന്നു. പാനർ എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ലീഫിനെ ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്യാസാണ്. ഗ്യാസ് കൊടുത്തുകൊണ്ടാണ് പാനറിനെ ചൂടാക്കുന്നത്. അതിലേക്ക് നമ്മൾ ആളുകൾ തന്നെ നേരിട്ട് ലീഫിനെ കൊടുക്കുന്നു. അത് നിയന്ത്രിക്കാൻ വേണ്ടി 2 ഭാഗത്തും ആളുകളെ ആവശ്യമുണ്ട്. പാനർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലീഫ് സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ഭാഗത്തു നിന്നും അതിനെ കൺട്രോൾ ചെയ്യാൻ 2 ആളുകളെ ആവശ്യമാണ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കമ്പികൾ കാണും. ആ കമ്പികൾ കൃത്യമായിട്ട് ഈ ലീഫിനെ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. നന്നായിട്ട് ചൂടായി ആ ലീഫ് എല്ലാ ഭാഗത്തും ഒരുപോലെ
എല്ലാ ലീഫിനും ഒരുപോലെ ചൂടെത്തുന്ന രൂപത്തിലാണ് പാനറിന്റെ കണ്ടീഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന രണ്ടാളുകൾ രണ്ട് ഭാഗത്ത് നിന്നിട്ടാണ് ആ ചൂട് ക്രമീകരിച്ച് ഒരു 10-25 മിനിറ്റ് എടുത്ത് ഈ ലീഫിനൊരു അതിന്റെ നിറത്തിൽ പോലും ഒരു വ്യത്യാസം വരും. അത് ആ ടെക്നീഷ്യന് മനസ്സിലാവും. അപ്പോൾ സമയവും ഈ നിറത്തിന്റെ വ്യത്യാസമൊക്കെ കറക്റ്റ് കണക്കിലെടുത്തുകൊണ്ടാണ് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് അത് പോകുന്നത്. കൃഷ്ണദാസ് ചേട്ടാ, ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പാനിങ് ആണ്. പാനിങ് അതായത് ലീഫ് വന്ന ഉടനെ തന്നെ ഫെർമെന്റേഷൻ അറസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഫെർമെന്റേഷൻ ഫെർമെന്റേഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഇതിൽ രാസപ്രവർത്തനം നടക്കരുത്. ക്വാളിറ്റി അതായത് CTC ആണെങ്കിൽ ഫെർമെന്റേഷൻ നടക്കണം. ഗ്രീൻ ടീക്ക് ഫെർമെന്റേഷൻ അറസ്റ്റ് ചെയ്യണം. അതാണ് ഇപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ്. ശരിക്കും ഗ്രീൻ ടീക്ക് ശരിക്കും ഇതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാനും നമ്മളെ കളർ മാനേജ് ചെയ്യാനും എല്ലാം കൂടിയായി ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ അറസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് ചൂടാക്കി ഒന്ന് ഇല വാട്ടിയെടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ ഇല വാട്ടിയെടുക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാനറിൽ നിന്ന് നമ്മൾ എടുത്ത ഫെർമെന്റേഷൻ കഴിഞ്ഞ ലീഫിനെ ഗ്രൈൻഡറിലേക്ക് കൊടുക്കുന്നു. ഗ്രൈൻഡർ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അതിനെ പൊടിക്കുകയോ അരയ്ക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഈ ലീഫിനെ കൃത്യമായിട്ട് നീളത്തിൽ ചുരുട്ടിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഗ്രൈൻഡറിൽ നടക്കുന്നത്. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്രസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഗ്രൈൻഡർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലീഫ് കുറച്ച് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുകളിലേക്ക് പോകുന്ന ലീഫിനെ നമ്മൾ കംപ്രസറിലെ എയർ ഉപയോഗിച്ചിട്ട് താഴോട്ട് തന്നെ പ്രസ് ചെയ്ത് താഴോട്ട് കൊടുക്കുന്നു. വീണ്ടും ആ ഗ്രൈൻഡർ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കമ്പനിയിലുള്ളത് 3 ഗ്രൈൻഡറുകളാണ്. ആവശ്യാനുസരണം നമുക്ക് അത് വേണ്ട പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. ലീഫ് കൂടിയ സമയത്തിൽ എല്ലാ ഗ്രൈൻഡറും നമുക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്.
ഇതിൻ്റെ മെഷീനറികൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ക്ലീനിങ്ങും അങ്ങനെ തന്നെ. നമ്മൾ പ്രോസസ്സിങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് ക്ലീൻ ചെയ്യും, നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പ്രോസസ്സിങ് അവസാനിച്ചാലും കൃത്യമായിട്ട് ക്ലീൻ ചെയ്യും. അങ്ങനെ ഏറ്റവും നന്നായിട്ട് അത് വൃത്തിയായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ പ്രോസസ്സിങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാറ്. കൃഷ്ണദാസ് ചേട്ടാ, ഇപ്പോൾ ഈ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഫസ്റ്റിൽ നമ്മൾ ലീഫ് പാനിങ് ചെയ്യുന്നു, അതിനുശേഷം തണുപ്പിക്കുന്നു, അതിനുശേഷം റോൾ ചെയ്യണം. അതായത് ശരിക്കും ഉരുണ്ട് വരാൻ വേണ്ടി റോൾ ചെയ്യും. ഓരോ ഇലയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റോൾ ചെയ്യും. റോൾ ചെയ്യും. ഇത് എത്ര സമയം എടുക്കും തീരാൻ? ഇത് 20-25 മിനിറ്റ്. ലീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസം. 20 മിനിറ്റാണ് 30-35 കിലോ ഈ റോളിൽ 35 കിലോ ഒരേ സമയം ചെയ്യാം. ഒരു മെഷീൻ. 3 കൂടെ 100 കിലോ ഒരു ടൈപ്പ്. ഇന്ന് നമുക്ക് ലഭിച്ച ലീഫിൻ്റെ ലഭ്യത അനുസരിച്ച് 2 ഗ്രൈൻഡറാണ് വർക്ക് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ ലീഫ് കൊടുത്തു. ഇന്ന് നമുക്ക് പാകമായോ നോക്കാം. ഇപ്പോൾ ലീഫ് കൃത്യമായിട്ട് റോൾ ചെയ്ത് പാകമായിട്ടുണ്ട്. അങ്ങനെ കംപ്രസർ ഉപയോഗിച്ച് എയർ ഉപയോഗിച്ച് നമ്മൾ അതിന് ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഒരു പോട്ടിലേക്ക് വീഴുന്ന കാണാം. ആ പോട്ട് നമ്മൾ എടുത്തുകൊണ്ട് ഇനി അടുത്ത പ്രോസസ്സ് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഒന്ന് വിലയിരുത്താം. റോൾ ചെയ്ത ലീഫ് നമുക്കിനി ഡ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ചിമ്മിനി ഉപയോഗിച്ചാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്. ഹീറ്റ് നേരെ ഡ്രയറിലേക്ക് പോകും. ഡ്രയറിലാണ് നമ്മൾ പിന്നെ നേരത്തെ കണ്ട ലീഫ് പാകപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ഡ്രയറിലേക്ക് കൊടുക്കുന്നു. ലീഫ് പാകപ്പെടുത്തിയ ലീഫ് ഡ്രയറിലേക്ക് കൊടുക്കുന്നു. ഡ്രയറിൽ നമ്മൾ കൃത്യസമയം ഉപയോഗിച്ചു ഹീറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഹീറ്റ് കഴിഞ്ഞ ശേഷം ഡ്രൈ ആയതിൻ്റെ ശേഷം കൃത്യമായ ഉണക്കം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി പിന്നെ അതിന് ഡോർ തുറന്ന് നമുക്ക് ഇത് ശേഖരിക്കാൻ പറ്റും. നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ലീഫിനെ ചിമിനിയോട് ചേർന്നുള്ള ഡ്രയറിലേക്ക് മാറ്റുന്നു. അങ്ങനെ കൃത്യമായ ഹീറ്റ് കൊടുത്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി പാകപ്പെട്ടതിന് ശേഷം ഓട്ടോമാറ്റിക്കലി താഴോട്ട് വരുന്നു. അങ്ങനെ താഴെ തട്ടയിലേക്ക് വന്ന ഗ്രീൻ ടീയെ നമ്മൾ ഓപ്പൺ ചെയ്ത് എടുക്കുന്നു. താഴെ ഒരു ഡോറുണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്ത് നമുക്കത് പൂർണ്ണമായിട്ടും പാകപ്പെട്ടതിന് ശേഷം എടുക്കാം. അപ്പോൾ ഗ്രീൻ ടീ ആയിട്ട് മാറിയിട്ടുണ്ടാവും.
കൃത്യമായ ഹീറ്റിൽ പാകപ്പെട്ട ഗ്രീൻ ടീ ഏറ്റവും താഴെ വന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. പാകപ്പെടുത്തിയ ഗ്രീൻ ടീയെ നമ്മൾ ഗ്രേഡിംഗ് മെഷീനിലേക്ക് കൊടുക്കുന്നു. 4 തരത്തിലുള്ള ഗ്രീൻ ടീ ആണ് നമ്മളിവിടെ വേർതിരിച്ചെടുക്കുന്നത്. ഒന്ന് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈസൺ ആണ്. ഹൈസൺ, പിന്നെ സെക്കൻഡ് മോംഗ്ര, മൂന്നാമത് പാനിങ്, നാലാമത് ഡസ്റ്റ്. ഇങ്ങനെ 4 തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ഗ്രീൻ ടീ ആണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. നേരത്തെ നമ്മൾ ഗ്രേഡിംഗ് നടത്തിയ ലീഫ് പിന്നീട് ഈ ഒരു സംവിധാനത്തിലേക്ക് വരുന്നു. നമുക്കറിയാം, നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തപ്പോൾ എല്ലാ ഇലകളും റോൾ ചെയ്തിട്ടുണ്ടാവില്ല. റോൾ ചെയ്യാത്ത ഇല ഡ്രൈ ആയിട്ടുണ്ടാവും. അത്തരം ഡ്രൈ ചെയ്ത ഇലയെ വേർതിരിച്ചെടുക്കുന്ന സംവിധാനമാണ് ഇവിടെ കാണുന്നത്. ഒന്നിച്ചിടില്ല. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ മെഷീനാണ് ഫൈബ്രോമാറ്റ്. ഇതുവരെയുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ ഈ തേയിലക്കകത്തുള്ള എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഫൈബർ ഉണ്ടാവും. ആ ഫൈബറിനെ പൂർണ്ണമായിട്ടും ലീഫിൽ നിന്ന് മാറ്റുക എന്നുള്ള സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് റോൾ ചെയ്ത് റോളർ പോകുന്നു. ആ റോളർ കൃത്യമായിട്ട് അതിനകത്തുള്ള ഫൈബർ കണ്ടന്റിനെ വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും ഫൈബർ ഒഴിവായ ഒരു ലീഫാണ് അല്ലെങ്കിൽ ഗ്രീൻ ടീ ആണ് നമുക്ക് ലഭിക്കുന്നത്. അത് പിന്നെ പാക്കിങ്ങിലേക്ക് പോകുന്നു.
ഇത് ഫൈബർ മാത്രം. ഇവിടെ മാത്രം ഇപ്പം നമ്മൾ ലാസ്റ്റ് മെഷീൻ കണ്ട സാധനം അല്ലേ? കുഞ്ഞിക്ക വയനാട്ടുകാരൻ തന്നെയാണ്. ഞാൻ ഇവിടെ പെറ്റു വളർന്നതാണ്. കരടിപ്പാറക്കാരനാണ്. കുറെ വർഷമായിട്ട് തേയില കൃഷി ഉണ്ട്. എന്താണ് ഇപ്പൊ നമ്മളെ തേയില കൃഷിക്ക് പറ്റിയത്? തേയില കൃഷി കാലാവസ്ഥൻ്റെ വ്യതിയാനം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് വേനൽ വന്നാൽ കുളന്നുണ്ടാവില്ല, മഴ വന്നാൽ ചീക്കും. അപ്പോൾ ഇങ്ങനത്തെ നല്ല തേയില ഉണ്ടാക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇത് നുള്ളിയെടുത്ത് തരാൻ തൊഴിലാളിനെ കിട്ടാനും ബുദ്ധിമുട്ട്. പുതിയ തലമുറ ഒന്നും തേയില വ്യവസായത്തിലേക്ക് കടന്നു വരുന്നില്ല. ആദ്യമൊക്കെ നമ്മൾ തേയില തോട്ടങ്ങളെ കണ്ടിരുന്നു വയനാട്ടിൽ. അതെ. പിന്നെയാണ് ചെറുകിട കർഷകർ ഈ മേഖലയിലേക്ക് വന്നത്. അപ്പൊ കുഞ്ഞിക്ക പ്രധാനമായിട്ട് വരാൻ കാരണം എല്ലാവർക്കും അറിയാലോ, വില കൂടുതൽ കിട്ടും, നമ്മള് ജോലിക്ക് പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് വന്നുള്ളത്. അതെ അല്ലേ? അത് ഒത്തുപോകുന്നുണ്ടോ ഈ കൃഷി? ഒത്തുപോകുന്നില്ല, വളരെ പ്രയാസമാണ്. ഒന്നാമത് ഞങ്ങൾ 2 ഇലയും തിരിയും എടുത്തിട്ട് നല്ല കൊളുന്താണ് ഉണ്ടാക്കുന്നത്. 2 ഇലയും തിരിയും മാത്രം, ഒരു തിരിയും മാത്രം. അത് വരുമ്പോൾ അത് കൈകൊണ്ട് നുള്ളിയെടുക്കാം, മിഷേൽ കത്രിക്ക് വെട്ടല്ല. അപ്പോൾ അതൊരു 10-12 കിലോ ഒരാൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. 10-12 വർഷമായി. 12 വർഷം. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ജനങ്ങൾ ഇതിലേക്ക് ആകർഷ്ടനാകുന്നില്ല, വരുന്നില്ല. പിന്നെ മാർക്കറ്റിൽ ഗ്രീൻ ടീ കിട്ടും, അത് ഈ വിഷം അടിച്ചിട്ടുള്ള എസ്റ്റേറ്റുകളിൽ നിന്നുണ്ടായിരുന്നതാണ്. നമ്മൾ വിഷം അടിക്കുന്നില്ല. ഞങ്ങൾ നല്ല വളം കൊടുത്തിട്ടേ, കാലിവളം മാത്രം കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തേയില ഉൽപാദനം കുറയും, എന്നാലും ഒരു ആരോഗ്യത്തിന് നല്ല സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്.